നമസ്കാരം. ഇസ്രായേലിന്റെ ചിറകരിഞ്ഞ് ഇറാൻ പട. പശ്ചിമേഷ്യയിൽ വീണ്ടും കനലരിയുന്നു. പശ്ചിമേഷ്യ വീണ്ടും കനലരിയുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് സമാധാനത്തിനായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ സ്വിറ്റ്സർലൻഡിലെ പർവ്വതനിരകളിൽ ആരംഭിക്കുമ്പോൾ, മറുവശത്ത് ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ കടുത്ത വാക്പോര് അത് തുടരുകയാണ്. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അമേരിക്ക ഇറാൻ പ്രാഥമിക കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായിട്ട് പ്രഖ്യാപിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. എന്നാൽ ആഗോള എണ്ണക്കടത്തിന്റെ കേന്ദ്രമായ ഈ ജലപാതയിലൂടെ ഇപ്പോഴും കപ്പലുകൾ സുരക്ഷിതമായി നീങ്ങുന്നുണ്ട് എന്ന അവകാശവാദവുമായിട്ടാണ് അമേരിക്കൻ സൈന്യം രംഗത്തെത്തിയിരിക്കുന്നത്. ലബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലും തെക്കൻ മേഖലകളിലും ഒക്കെ ഇസ്രായേൽ നടത്തിയ ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളിൽ 47-ലധികം പേർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോഴത്തെ അസ്വാരസ്യങ്ങൾക്ക് വഴിതെളിച്ചത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കം എന്ന് പറയുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനായി അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച 14 ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ആഴ്ച ആദ്യം അമേരിക്കയും ഇറാനും ഒരു പ്രാരംഭ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അടുത്ത 60 ദിവസത്തിനുള്ള ഒരു സ്ഥിരമായിട്ടുള്ള അന്തിമ കരാറിലെത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഈ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് എന്നാണ് ഹിസ്ബുള്ളയും ഇറാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ടാണ് തങ്ങളുടെ സൈന്യമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് അതുവഴി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന ഈ ചെറിയ ജലപാതയ്ക്കുള്ള പങ്ക് അത്രമേൽ വലുതായതുകൊണ്ടാണ് ഇറാൻ ഇതിനെ എപ്പോഴും ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധമാക്കുന്നത് എന്നതാണ്. അമേരിക്ക എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ടാങ്കറുകൾക്ക് സഞ്ചരിക്കാൻ പാകത്തിലുള്ള ആഴമുള്ള ഈ ഇടുങ്ങിയ കടലിടുക്കിലുള്ള പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണയും എണ്ണ ഉൽപാദനങ്ങളുമാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത് ആഗോളതലത്തിൽ കടൽമാർഗം കടത്തുന്ന എണ്ണയുടെ 1/3 ഭാഗം വരും. പ്രതിവർഷം ഏകദേശം $600 ബില്യൺ ഊർജ്ജ വ്യാപാരം നടക്കുന്ന ഈ പാത നേരത്തെയും യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ഉണ്ടായപ്പോഴൊക്കെയും ഇറാൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആഗോള എണ്ണ വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ അക്കാലത്ത് കാരണമായി. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായിട്ടുള്ള ഇറാന്റെ പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമ്പോഴും നിലവിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. ഒരൊറ്റ ദിവസം തന്നെ 55 വാണിജ്യ കപ്പലുകൾ 17 ദശലക്ഷം ബാരലധികം എണ്ണയുമായിട്ട് ഇതിലൂടെ സുരക്ഷിതമായിട്ട് കടന്നുപോയതായിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പാതയുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും അമേരിക്കൻ സൈന്യം പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ തർക്കങ്ങൾക്കിടയിലും ഇവിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾ സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്ക് എന്ന് പറയുന്ന റിസോർട്ടിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. ഇറാനിയൻ ആണവ പ്രശ്നത്തിലും ലബനനിലെ വെടിനിർത്തൽ വിഷയത്തിലുമൊക്കെ പുരോഗതി ഉണ്ടാക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള നയതന്ത്ര ചർച്ചകളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മധ്യസ്ഥ പങ്കാണ് പാകിസ്ഥാൻ വഹിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇസ്ലാമാബാദ് ധാരണാപത്രം സാധ്യമാക്കിയതിൽ പാകിസ്ഥാന്റെ മുൻകാല ഇടപെടലുകൾ വളരെ വലുതായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം പോലും. എന്നാൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഈ പുതിയ റൗണ്ട് ചർച്ചകൾക്കായിട്ട് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും പാക് സായുധ സേനാ മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറും നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരും ഇറാന്റെ ഭാഗത്തു നിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലി ഗാഫാഫും കൂടാതെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി എന്നിവരുമാണ് ഈ സുപ്രധാനമായിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത്. ചർച്ചകൾക്കാട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രായേലും ലബനനും തമ്മിലുള്ള സംഘർഷങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് എന്നാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണ്. ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ ലബനിൽ നിന്ന് പിൻവലിക്കുവാൻ തയ്യാറായിട്ടുള്ള ഈ സമയത്ത് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം ഇറാനുമായുള്ള കരാറിന്റെ ഭാഗമല്ല എന്ന് ഇസ്രായേലിന്റെ വാദം പറയുമ്പോഴും അതേസമയം തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക തങ്ങളുടെ പ്രതിബദ്ധതകൾ അത് പാലിക്കണമെന്നും ലബനനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുവാൻ അമേരിക്കൻ സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഇറാന്റെ ആവശ്യമെന്ന് ഓർക്കണം. അപ്പൊ അവിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കഥയാണത്. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം മറിച്ച് അണുബോംബ് നിർമ്മിക്കുവാനാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആരോപണമാണ് ഇതിൽ കാതലായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനു മുൻപ് 2015 ബറാക് ഒബാമ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനും ലോകശക്തികളും തമ്മിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ആണവ കരാർ ഒപ്പുവെച്ചിരുന്നു.
ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം അവരുടെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക എന്നതായിരുന്നു ആ കരാർ. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാർ ഏകപക്ഷമായി റദ്ദാക്കുകയും ഇറാനുമേൽ വീണ്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉപരോധങ്ങൾ, കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ഇറാന്റെ സാമ്പത്തിക രംഗം, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഇറാൻ കരാറിലെ വ്യവസ്ഥകളിൽ നിന്ന് പടിപടിയായിട്ട് പിന്മാറുകയും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിക്കുകയും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ആണവ തർക്കം വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും ഇസ്രായേലുമായിട്ട് ഇവർ നടത്തുന്ന യുദ്ധങ്ങളും ഈ പ്രതിസന്ധിയെ എപ്പോഴും സങ്കീർണമാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകൾ വെറും ഒരു ആണവ ചർച്ച മാത്രമല്ല, അത് പശ്ചിമേഷ്യയിലെ മുഴുവൻ സംഘർഷങ്ങളും അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ഒരു 14 ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ ചർച്ചകളിൽ ആണവ പ്രശ്നത്തോടൊപ്പം തന്നെ പ്രാദേശിക യുദ്ധങ്ങളും ഒരുമിച്ച് പരിഗണിക്കുന്നു എന്നതാണ്. ഇപ്പൊ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തണമെന്നാണ് ഇറാന്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം. ഇതിനായിട്ട് അവർ ഹോർമൂസ് കടലടക്കം അടയ്ക്കുമെന്ന ഭീഷണി ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ അവരുടെ ആണവ നിലയങ്ങൾ നടത്തുന്ന ഉയർന്ന തോതിലുള്ള ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് ഉടൻ നിർത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഇറാൻ അണുബോംബ് നിർമ്മാണത്തിലേക്ക് എത്താതിരിക്കുവാൻ ഇത് അത്യാവശ്യമാണ് എന്നാണ് അമേരിക്ക വാദിക്കുന്നത് പോലും. അപ്പോൾ ഇതോടൊപ്പം ഇറാൻ കരാറുകൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് പരിശോധനാ അനുമതി നൽകുവാൻ തന്നെ ഇറാൻ തയ്യാറായിരിക്കും. ഇറാൻ ഇങ്ങനെ തയ്യാറാകണം എന്നത് ചർച്ചയിലെ മറ്റൊരു പ്രധാന വിഷയം കൂടിയാണ്. അപ്പോൾ ഇറാൻ ആണവ നിയന്ത്രണങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്യാം. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ തിരികെ നൽകാനും എണ്ണ വ്യാപാരം പുനരാരംഭിക്കുവാനും അനുവദിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകൾ ഒരു അന്തിമ കരാറല്ല, മറിച്ച് വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെക്കേണ്ട സമാധാനപരമായ സമഗ്രമായിട്ടുള്ള കരാറിനുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ അടുത്ത 60 ദിവസത്തിൽ തയ്യാറാക്കുക എന്നതാണ് ഉച്ചകോടിയുടെ വരെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അങ്ങനെ വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി മാത്രമല്ല ആഗോള സാമ്പത്തിക ഊർജ്ജ മേഖലകളുടെ സുരക്ഷിതത്വവും നിർണ്ണയിക്കുന്നവയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക സ്വാധീനവും വിട്ടുവീഴ്ച ചെയ്യാതെ ഇറാൻ നടത്തുന്ന പ്രതിരോധവും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിലാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇതിനകത്ത് ആർക്കാണോ ലാഭം കൊയ്യാൻ കാത്തിരുന്നത് അത് ഇസ്രായേൽ ആയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ആയിരുന്നു നേട്ടം കൊയ്യാൻ കാത്തിരുന്നത്. കാരണം ഇറാനെ തകർത്ത് തരിപ്പണമാക്കുന്ന അമേരിക്കയായിരുന്നു ഇസ്രായേലിന്റെ മനസ്സിൽ. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യമെന്ന് പറയപ്പെട്ടെ അത് നടന്നില്ല. പകരം വിജയിച്ചത് ഇറാനായിരുന്നു. ഇറാന്റെ പടയെ തകർക്കുവാൻ ഇസ്രായേലിനും ഒപ്പം തന്നെ US-നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് തന്നെ ഇറാൻ പട വളരെ കൃത്യമായി ഇസ്രായേലിന്റെ ചിറകരിഞ്ഞു തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യം പറയട്ടെ, എത്രയൊക്കെ സമാധാനത്തിന്റെ കരാറുകൾ ഒപ്പിട്ടാലും പശ്ചിമേഷ്യയിൽ ഒരു തരി കനലെരിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.